MG യൂണിവേഴ്സിറ്റിയുടെ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ. ട്രെൻഡ് അനാലിസിസ് എന്താണ്? ട്രെൻഡ് അനാലിസിസ്, ട്രെൻഡ് വിശകലനം എന്നത് is a method used to analyze the identity patterns or trend in data over time. ഒരു ഡാറ്റ പല കാലങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ ഡാറ്റയുടെ പാറ്റേൺ പോകുന്നതിന്റെ പ്രവണതയെ വിശകലനം ചെയ്യലാണ്. അത് മേലോട്ട് ഉയരുന്ന പ്രവണതയാണോ ആ ഡാറ്റ കാണിക്കുന്നത്, അല്ല കുത്തനെ ഇടിയുന്ന പ്രവണതയാണോ കാണിക്കുന്നത്, അല്ലെങ്കിൽ അനക്കമില്ലാതെ അതേപടി തുടരുന്ന സ്റ്റാഗ്നൻസി ആണോ കാണിക്കുന്നത്, ഏത് തരം ട്രെൻഡ് ആണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ഡാറ്റ നമുക്ക് നൽകുന്നത്, ഇതിനെ വിശകലനം ചെയ്ത് പഠിച്ച് നമ്മൾ ഒരു കമന്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ട്രെൻഡ് വിശകലനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസിന്റെ ഭാവി പ്രവചിക്കാൻ നമുക്ക് ഇത് ഉപകരിക്കാം. ബിസിനസ് ഫോർകാസ്റ്റിംഗിന് ഉപകരിക്കാം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അനാലിസിസിന് ഉപകരിക്കാം. മാർക്കറ്റ് റിസർച്ചേഴ്സിന് ഇത് ആവശ്യമാണ്. ട്രെൻഡ് അനാലിസിസിന്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഈ മാർക്കറ്റിന്റെ ട്രെൻഡ് പഠിച്ചിട്ട് പുതിയ ഡിസിഷനുകൾ എടുക്കാം. ഈ പ്രോഡക്റ്റ് മൂവിങ് ആണ്, കൂടുതൽ കച്ചവടമുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ നടത്താം. അല്ല, ഈ പ്രോഡക്റ്റ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ലക്ഷണമാണ് കാണുന്നതെങ്കിൽ അതിന് പകരമായിട്ട് പുതിയ പ്രോഡക്റ്റുകളെ പകരം കയറ്റാം. അപ്പോൾ ഫോർകാസ്റ്റിങ്ങിന് ഇത് നല്ല ഉപകാരമാണ് ട്രെൻഡ് അനാലിസിസ് ഭാവി പ്രവചനത്തിന്. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജും ഉണ്ട്. അതാ നമ്മുടെ കമ്പനി, നമ്മുടെ വ്യവസായത്തിൽ നമ്മുടെ കമ്പനിക്ക് ഈ ട്രെൻഡ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് കൂടുതൽ മേൽക്കൈയും മുൻകൈയും നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം ആണ്. ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമുക്ക് ഒരു 2015 ഇയറിനെ ബേസ് ചെയ്തിട്ട് പുതിയ വർഷങ്ങളിലെ ട്രെൻഡ് കണക്കാക്കാൻ. 2015 നാലാമത്തെ ചോദ്യം ഇങ്ങനെ തന്നിരിക്കുന്നത്. ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ബേസ് ഇയറിലെ 2,50,000 ആണ്. 2016 നൽകിയിരിക്കുന്നത് 3,20,000 ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ബേസ് ഇയറിനെ അടിസ്ഥാനമാക്കി 2,50,000 ആണ് ബേസ് ഇയർ. ബേസ് ഇയർ എല്ലാ വർഷവും സെയിം ആയിട്ട് വെക്കുകയും ഓരോ പുതിയ വർഷങ്ങളിൽ കിട്ടുന്ന സെയിൽസ് നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് എടുക്കുകയും അങ്ങനെ ഒരു ഭിന്നസംഖ്യ ഉണ്ടാക്കണം. അപ്പൊ ന്യൂ ഇയറിലെ പുതിയ വർഷത്തെ സെയിൽസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയറിലെ സെയിൽസ് ഇൻറ്റു 100 അങ്ങനെയാണ് കണക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ പുതിയ വർഷം 2016 ആണ്, 3,20,000. അത് ഡിവൈഡഡ് ബൈ പഴയ വർഷമാണ് ബേസ് ഇയർ. ബേസ് ഇയറിന് എപ്പോഴും ബൈയുടെ താഴെ തന്നെ എഴുതണം. അപ്പോൾ 3,20,000 ഡിവൈഡഡ് ബൈ 2,50,000 ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ നമുക്ക് പെർസെൻറ്റേജ് കിട്ടുന്ന പോകുന്നത് 128% എന്നാണ്. 3,20,000 ഡിവൈഡഡ് ബൈ 2,50,000 ഇൻറ്റു 100 128% എന്നാണ്. നെക്സ്റ്റ് 2017 നോക്കുക. ബേസ് ഇയറിനെ തന്നെയാണ്. ബേസ് ഇയർ എമൗണ്ട് 2,50,000 ആണ് നമുക്കറിയാം. 2017 3,50,000 സെയിൽസ് ഉയർന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ബേസ് ഇയറിലെ ഇതിനേക്കാളും കുറച്ചുകൂടി ഉയർന്നു. 3,50,000 ബേസ് ഇയറിൽ 2,50 ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 2% കണക്കാക്കുമ്പോൾ 3,50 ഡിവൈഡഡ് ബൈ 2,50, അതായത് പുതിയ കറണ്ട് ഇയറിലെ സെയിൽസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയറിലെ പ്രൈസ് ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിയുമ്പോൾ 140% എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ബേസ് ഇയറിൽ 100% കച്ചവടം ഉണ്ടായിരുന്നത് ഇപ്പൊ 40% അധിക വർധനവ് പുതിയ 2017 വർഷത്തിൽ ഉണ്ടായി എന്നർത്ഥം. ബേസ് ഇയറിനോട് കമ്പയർ ചെയ്യുമ്പോൾ 2018 സെയിൽസ് 4,30 ആണെന്ന് പറഞ്ഞാൽ ഏതർത്ഥം? തീർച്ചയായിട്ടും ആ 4,30 ഡിവൈഡ് ബൈ ബേസ് ഇയറിൽ എത്ര ഉണ്ടായിരുന്നെന്ന് നോക്കുക. 2,50 ഇൻറ്റു 100 കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നമുക്ക് പുതിയ ട്രെൻഡ് കണക്കാക്കാൻ സാധിക്കും. 172% എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ 72% അധികം. 100% ആണല്ലോ 100%, 10% അല്ലെങ്കിൽ ഒറിജിനൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഡാറ്റയിൽ നിന്ന് 72% വർധനമുണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ട്രെൻഡ് ഒരു മേലോട്ട് ഉയരുന്ന ട്രെൻഡാണ് കാണുന്നത്. അതിന് മുമ്പ് 28% വർധനവ്, പിന്നത്തെ വർഷം 40% സെയിൽസ് വർധനവ്, ഇപ്പോൾ 72% കുത്തനെ ഉയരുന്ന ട്രെൻഡാണ് കാണിക്കുന്നത്. 2019 5 ലക്ഷമായി കച്ചവടം ഉണ്ടോ? അപ്പോൾ ഇരട്ടിയായിട്ട്. കാരണം 2,50 ഇരട്ടിയാണ് അല്ലെ? ബേസ് ഇയറിൽ പറഞ്ഞത് 2,50, നമ്മൾ തുടങ്ങിയ വർഷം 2,50. ഇപ്പൊ നമുക്ക് പുതിയ വർഷത്തില് 2019 5 ലക്ഷം എന്ന് പറയുമ്പോൾ 2,50,000 ഇരട്ടിയാണ്. ഇരട്ടി കണ്ടോ? അപ്പൊ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 200% എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ആണല്ലോ ബേസിക് ഫിഗർ എന്ന് പറയുന്നത്. ശതമാനം എന്ന് പറഞ്ഞാൽ 100ന്റെ കണക്കാണല്ലോ. സോ 200 ആയി എന്ന് പറഞ്ഞാൽ നേരെ ഇരട്ടിയായി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ട്രെൻഡ് ഇതിനെ ഇന്റർപ്രിട്ടേഷൻ കാണിക്കണ്ടേ, വ്യാഖ്യാനം എഴുതണ്ടേ? ഈ ട്രെൻഡ് സ്റ്റഡി ചെയ്തതിന് ശേഷം എന്താണ് കാണിക്കുന്നത്? ട്രെൻഡ് പെർസെൻറ്റേജസ് ഇൻഡിക്കേറ്റ് എ സ്റ്റഡി ഇൻക്രീസ് ഇൻ സെയിൽസ് ഓവർ ദ ഇയേഴ്സ്. വർഷങ്ങളിലൂടെ ഒരു കുത്തനെയുള്ള വർധനമാണ് ഇത് കാണിക്കുന്നത്. 2016 28% വർധന ഉണ്ടായപ്പോൾ 2017 40% ട്രെൻഡ് ഉയർന്നു കാണുന്നു.
2018 72% വരുന്നതാണ്. 2019 100% വർധനവ് ട്രെൻഡിലുണ്ടായി. കാരണം എന്തിനോട് കമ്പയർ ചെയ്യുമ്പോൾ? ബേസ് ഇയറിനോട് കമ്പയർ ചെയ്യുമ്പോൾ. ഇത് കാണിക്കുന്ന എന്താണ്? ദിസ് സജസ്റ്റ് എ സ്ട്രോങ് അപ്വേർഡ് ട്രെൻഡ് ഇൻ സെയിൽസ്. സെയിൽസിൽ കുത്തനെയുള്ള മേലോട്ടുള്ള ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. വിത്ത് ഈച്ച് ഇയർ, ഓരോ വർഷം ഷോയിങ് എ സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ഓവർ ദ ബേസ് ഇയർ. 2015 എന്ന് പറയുന്ന ബേസ് ഇയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉണ്ടോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.